മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ചിത്രം, എ ഫീൽ ഗുഡ് ഫിലിം. ഈ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഞാൻ ആ മൂവി കാണാൻ പോയത്. ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ റിവ്യൂസ് നോക്കി, ഞാൻ പബ്ലിക് റിയാക്ഷൻസ് നോക്കി, തിയേറ്റർ റിവ്യൂസ് നോക്കി. അതിനുശേഷം മാത്രമാണ് ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷേ ഈ മൂവി എൻ്റെ എക്സ്പെക്ടേഷനെ തീരെ മീറ്റ് ചെയ്തില്ല. കഴിഞ്ഞ കുറച്ച് റിവ്യൂസിലൊക്കെ ഞാൻ കേട്ടുവരുന്നത്, തുടരുംന് ശേഷം മോഹൻലാൽ അതിലും മികച്ചതല്ലെങ്കിൽ അതേ രീതിയിൽ പോകുന്ന മറ്റൊരു മൂവി കിട്ടിയെന്നാണ്, ഹൃദയപൂർവ്വം. പക്ഷേ ഈ രണ്ട് മൂവിയുടെയും ലെവലും സ്കോപ്പും നോക്കുമ്പോൾ തുടരും ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് കിടക്കുന്നതെങ്കിൽ ഹൃദയപൂർവ്വം ഇവിടെയായിരിക്കും, വളരെ താഴെത്തട്ടിലാണ്. ഈ മൂവിയുടെ രണ്ട് പോസിറ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത് മോഹൻലാൽ പ്രസൻസ്, രണ്ട് മോഹൻലാൽ സംഗീത് കോംബോ. ഈ രണ്ടും ഈ മൂവിയിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഈ മൂവിയിൽ ഒന്നും തന്നെയില്ല. ഒരു ഫീൽ ഗുഡ് പ്രസൻസിൽ തുടങ്ങിയ മൂവി പിന്നീട് എത്തി നിൽക്കുന്നത് നമ്മൾ ഇങ്ങനെ സത്യമായി ഇങ്ങനെ ആശ്ചര്യപ്പെടുന്ന ഒരു രീതിയിലാണ്. മൂവി ഒരു ഫീൽ ഗുഡ് ലെവലിൽ തുടങ്ങി, പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ ഹാഫ് ടൈം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ മൂവി എപ്പോൾ ഈ ലെവലിൽ നിന്ന് മാറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മൂവി അവസാനം വരെ ആ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ ഫീൽ ഗുഡ് പ്രസൻസ് എന്ന് പറയുന്നത് അവസാനം മോഹൻലാലിന്റെ ഒരു സ്പീച്ചും പിന്നീട് ഒരു ഡോഗുമായുള്ള ഒരു സിംഗിൾ ഷോട്ടുമാണ്. ഇതല്ലാതെ മറ്റൊരു ഫീൽ ഗുഡ് പ്രസൻസ് ഞാൻ ഈ മൂവിയിൽ തന്നെ കാണുന്നില്ല. പിന്നെ ഈ മൂവിയിൽ തീരെ ആവശ്യമില്ലാതെയുള്ള രണ്ട് ക്യാമിയോ റോൾസും ഉണ്ട്. വളരെ മികച്ച കഥാപാത്രങ്ങളാണ് രണ്ടുപേരുമെങ്കിലും അവർക്കും തീരെ ഈ പടത്തിൽ തിളങ്ങാൻ സാധിച്ചിട്ടില്ല. ഈ മൂവിയുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മോഹൻലാൽ ആൻഡ് സംഗീത് കോംബോ. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസും സംഗീത് മോഹൻലാൽ ടൈപ്പിൽ വരുന്ന കോമഡി ആൻഡ് ജോക്സ് ആണ്. ഹീറോയിൻ ഈ മൂവിയിൽ ആക്ച്വലി എനിക്ക് വർക്കായിട്ട് തോന്നുന്നില്ല. ബട്ട് ഐ വാസ് എക്സ്പെക്ടിങ് മോർ ഫ്രം ദിസ് മൂവി അപ്പാർട്ട് ഫ്രം ദിസ് റിവ്യൂസ്. പിന്നീട് ഈ റിവ്യൂസ് പറയുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്, അതായത് തിയേറ്റർ റിവ്യൂസ് കൂടുതൽ പറയുമ്പോൾ, അതായത് നമ്മൾ കണ്ടതുകൊണ്ട് ബാക്കിയുള്ളവർ കണ്ടോട്ടെ എന്ന രീതിയിലല്ലാതെ അവർക്ക് ആക്ച്വലി എന്താണ് തോന്നിയതെന്ന് പറയാമെങ്കിൽ അത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഈ മൂവിയെ പറ്റി. ചിലർക്ക് മൂവി ഇഷ്ടപ്പെടാം, ചിലർക്ക് മറ്റൊരു ഫീൽ ഗുഡ് മൂവിയായി തോന്നാം. എനിക്ക് ഈ മൂവി തോന്നിയത് സ്റ്റാർട്ടിങ് ഒരു ഫീൽ ഗുഡ് പ്രസൻസിൽ തുടങ്ങി ഒരു ഹാഫ് ടൈം ആകുമ്പോഴേക്കും നമുക്കൊരു ഡർബാർ, രജനീകാന്തിന്റെ ഡർബാർ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത്. അല്ലാതെ എനിക്ക് മറ്റൊരു സ്കോപ്പും ആ പടത്തിൽ നിന്ന് വന്നില്ല. പിന്നെ ഹാഫ് ടൈമിന് ശേഷം കാത്തുവാക്കലൊരു കാതൽ, നിങ്ങൾക്ക് അറിയുമായിരിക്കും, കാജലും സമന്തിയും ആക്ട് ചെയ്ത ആ മൂവിയുടെ ഒരു ഫീൽ എനിക്ക് വന്നു. അവസാനം ഒരു ഫീൽ ഗുഡ് പ്രസൻസിൽ അത് മൂവി തീർത്തു. അത് മോഹൻലാലിന്റെ സ്പീച്ചോടുകൂടി മാത്രം. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഫീൽ ഗുഡ് മൂവി കഥ പറയുമ്പോൾ വിജയ് സൂപ്പർ പവറിനെയും അതുപോലെയുള്ള ചിത്രങ്ങളായിരുന്നു. പക്ഷേ ഈ മൂവി എൻ്റെ തീരെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ഞാൻ ഈ മൂവി ഒരു ജസ്റ്റ് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു മൂവിയാണ്. ബട്ട് I just consider this as an average movie. See you with other Onam movies.